സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, മാനന്തവാടി, തവിഞ്ഞാൽ ഭാഗങ്ങളിൽ ഇന്നലെ ഇടതടവില്ലാതെ മഴ പെയ്തത് മൂലം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയൊരു സാഹചര്യം കൂടിയുണ്ട്. തവിഞ്ഞാൽ 34 നടുവട്ടം ഉന്നതിയുടെ ഭാഗത്ത് വെള്ളം കയറി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ ശക്തമായി തുടരുന്നതിനാലും പാൽച്ചുരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളതിനാലും ബോയ്സ് ടൗൺ പാൽച്ചുരം റോഡിലൂടെയുള്ള രാത്രി ഗതാഗതത്തിന് ജില്ലാ കളക്ടർ DR മേഘശ്രീ നിയന്ത്രണം ഏർപ്പെടുത്തി. ചുരത്തിലൂടെയുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും കളക്ടർ അറിയിച്ചു. കാസർഗോഡ് ജില്ലയിൽ നിന്നും ബൈജു ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ബൈജു, എന്തൊക്കെയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള വിശദാംശങ്ങൾ? മഴ കനക്കുന്നുണ്ടോ? എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം? വരും മണിക്കൂറുകളിൽ അതിതീവ്ര മഴ പ്രവചനമാണ് കാസർഗോഡുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു വെള്ളക്കെട്ട് കാസർഗോഡ് ജില്ലയിൽ രൂപപ്പെട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇടവിട്ടാണ് ഈ മഴ വരുന്ന ഒരു സാഹചര്യമുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ഇനി വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രവചനമുള്ളത്. എന്തായാലും തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും കടലാക്രമണം രൂക്ഷമായി തുടരുന്നു എന്നതാണ് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. കഴിഞ്ഞ 2 ആഴ്ചയോളമായി തീരപ്രദേശത്ത് വലിയ ബുദ്ധിമുട്ടാണ് ആളുകൾക്ക്. പല വീടുകളിലും കടലെടുത്ത സാഹചര്യമുണ്ട്. അതോടൊപ്പം ഇപ്പോൾ നിരവധി വീടുകൾ കടലാക്രമണ ഭീഷണിയിലാണ്. ശാരദാനഗർ, ഉപ്പള, മുസോടി, തൈക്കടപ്പുറം തുടങ്ങിയ മേഖലകളിലെല്ലാം രൂക്ഷമായ കടലാക്രമണമുണ്ട്. എന്തായാലും തീരപ്രദേശത്തും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. തുടർച്ചയായ 7ാം ദിവസമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്നത്. ഏതെങ്കിലും തരത്തിൽ വെള്ളക്കെട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ അപകടത്തിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ ഒരു മുൻകരുതൽ നടപടി ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മഴ മാറിയ ഒരു രീതിയിലാണ് ഉള്ളത്. പക്ഷെ അങ്ങനെയല്ല, പല സമയത്തും പെട്ടെന്നാണ് കാലാവസ്ഥ മാറുന്നതും പിന്നീട് വലിയ മഴ വരുന്ന സാഹചര്യമുള്ളത്. ഏതായാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മഴ കുറവ് എന്ന് തന്നെ പറയേണ്ടി വരും. മലയോര മേഖലകളിലായാലും അങ്ങനെ തന്നെയാണ്. ഏതായാലും വിനോദസഞ്ചാര മേഖലകളിൽ പ്രത്യേകിച്ച് ബേക്കൽകോട്ട ഉൾപ്പെടെ ഈ അലർട്ട് വരുന്ന സമയത്ത് നിയന്ത്രണമുണ്ട്. സഞ്ചാരികൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുന്ന സാഹചര്യമുണ്ട്. ഏതായാലും നിലവിൽ മഴ ഇപ്പോൾ കുറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അങ്ങനെ വരുന്ന സമയങ്ങളിൽ വലിയ അതിതീവ്ര മഴയാണ് പ്രവചനമുള്ളത്. അതുകൊണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ബൈജു ആണ് കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ഈ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.